നേരത്തെ ഈ ചാനലിൽ തന്നെ നമ്മൾ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ ആര് ജയിക്കും എന്നുള്ളൊരു വീഡിയോ ചെയ്തു. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അവരുടെ സൈനിക ബലാബലവും രാഷ്ട്രീയ ബലാബലവും അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളെയും ഇക്കണോമിക് ആയിട്ടുള്ള വ്യവസ്ഥകളെയും ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. ഇന്നിപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഒരു ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധമെന്ന് പറയുന്നത്. അതിനെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധമെന്ന് പോലും വിളിക്കാൻ ഞാൻ തയ്യാറല്ല. ഹമാസുകാർ ഒരു ഒക്ടോബർ 7 കയറി ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു, ഇസ്രായേൽ കയറി മാന്തി എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ, ഇത് രണ്ടും വളരെ ചെറിയ രാജ്യങ്ങളാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വിസ്തീർണം തന്നെ 38,000 ചതുരശ്ര കിലോമീറ്റർ വരും. പക്ഷേ 20,000-ലധികം മാത്രമേ ഇസ്രായേലുള്ളൂ. ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ 365 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്രദേശമാണ്. നമ്മുടെ ജില്ലയുടെ ഒരു 1/3 ഭാഗമൊക്കെ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ചെറിയ പ്രദേശങ്ങൾ തമ്മിലാണ് യുദ്ധമുണ്ടായത്. ആ യുദ്ധത്തിന് ഇപ്പോൾ ഒരു അറുതി വന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഒരു വെടിനിർത്തൽ കരാറായിരിക്കുന്നു. പക്ഷേ വെടിനിർത്തൽ കരാർ ആയി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം പോലും ഏതാണ്ട് 116 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പോലും ഒരു 3 മണിക്കൂർ വൈകിയാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നേക്കുന്നത്. അതിൻ്റെ കാരണം ഈ ബന്ദികളായിട്ടുള്ള ആളുകളെ വിട്ടുകൊടുക്കുന്ന ആളുകളുടെ പേര് വിവരം കൊടുക്കാനായിട്ട് ഹമാസ് വൈകി എന്നുള്ളതാണ്. ആ വൈകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഈ വീഡിയോ എടുക്കുന്നത് ഒരു 5:30-6 മണിക്കാണ്. അപ്പോൾ അതിന് 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് പോലും ഇസ്രായേൽ അവരുടെ വ്യോമാക്രമണം ഗസയിലേക്ക് നടത്തിയിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 13 പേർ ഇന്ന് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം ഏതാണ്ട് 116 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നൊരു വാർത്ത ഏതാണ്ട് വെടിനിർത്തലിന് തീരുമാനമായിരിക്കുന്നു. പക്ഷേ ചില അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും 3 പേരുടെ പേരുകൾ കൂടി ഹമാസ് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നു. അത് 3 വനിതകളുടെ പേരാണ്. ആദ്യഘട്ടത്തിൽ 33 പേരെ പുറത്തേക്ക് വിടാനാണ് കരാറായിട്ടുള്ളത്, ബന്ദികളെ മോചിപ്പിക്കാനാണ്. അതുപോലെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുള്ള ബന്ദികളെ അവർ മോചിപ്പിക്കാനാണ് കരാറായിട്ടുള്ളത്. എന്താണെങ്കിലും കൃത്യമായി പറഞ്ഞാൽ 15 മാസത്തോളം നീണ്ടു നിന്ന ഒരു രക്തച്ചൊരിച്ചിലിന് വളരെ കൃത്യമായ ഡേറ്റുകൾ പറഞ്ഞാൽ 468 ദിവസം നീണ്ടു നിന്ന ഒരു രക്തച്ചൊരിച്ചിലിന് ഏതാണ്ട് സമാപനമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് പരിശോധിക്കാം ഇതിൽ ആർക്കാണ് നഷ്ടമുണ്ടായത്, എന്തൊക്കെയാണ് നഷ്ടം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് 365 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ട്രിപ്പ്, വളരെ തുരുത്താണ്. ആ തുരുത്തിനാണ് നഷ്ടമുണ്ടായത്. വലിയ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു പ്രദേശമാണ്. അവിടെ 22.5 ലക്ഷം പേരാണ് കഴിഞ്ഞ ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കണക്ക് വെച്ചിട്ട് അവിടെ ജനസംഖ്യ ഉള്ളത്. ആ ജനസംഖ്യയിൽ ഏതാണ്ട് 1.9 മില്യൺ ആളുകളും, അതായത് 19 ലക്ഷത്തോളം ആളുകളും അവിടെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ വീട് ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ വീട് ഉപേക്ഷിച്ച് പോയവരൊക്കെ തന്നെ എന്നിട്ടും അവർ ആഹ്ലാദത്തിലാണ്. ഒരു റേ ഓഫ് ഹോപ്പ് കണ്ടിട്ട് സ്വന്തം തകർന്ന വീടുകളിലേക്കെങ്കിലും തിരിച്ചു പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ. അവിടുത്തെ ജനസംഖ്യയും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 21 ലക്ഷം ജനസംഖ്യ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ബാക്കിയുള്ളവർ മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഈ മരിച്ചവരുടെ കണക്കുകളാണ് ഞാൻ ഈ പറയാൻ പോണത്. പക്ഷേ കണക്കുകൾ എത്രത്തോളം കൃത്യമാണ് എന്നുള്ളത് എനിക്കും അറിയില്ല. കാരണം പാലസ്തീൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഗസയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തു വിട്ടേക്കുന്ന കണക്കുകളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതുപോലെ UN എടുത്തിട്ടുള്ള കണക്കുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കണക്കുകൾക്ക് തന്നെ കൃത്യതയില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. കാരണം ഈ ഗസയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തു വിട്ടേക്കുന്ന കണക്കുകളിൽ അതിൻ്റെ ഹയർ ഒഫീഷ്യൽ തന്നെ BBC-യോട് പറഞ്ഞിട്ടുള്ളത് അവർ ആദ്യമൊക്കെ മൃതദേഹങ്ങളെ എണ്ണി നോക്കിയാണ് മരണപ്പെട്ടവരുടെ കണക്കെടുത്തിരുന്നതെങ്കിൽ പിന്നീട് അത് സാധ്യമാകാത്തതുകൊണ്ട് പുതിയ മെത്തേഡുകൾ അവലംബിച്ചു എന്നുള്ളതാണ്. എന്താണ് പുതിയ മെത്തേഡെന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം 10,000-ലധികം മരണങ്ങളെങ്കിലും എണ്ണപ്പെടാതെ പോയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇനിയുള്ള കണക്കുകൾ കേൾക്കാനായിട്ട്. ഇപ്പോൾ മൊത്തത്തിൽ അവിടെ മരിച്ചിരിക്കുന്നത് 46,778 പേരാണ് ഈ വെടിനിർത്തലിലേക്ക് എത്തുന്നതിന് മുൻപ്. ആ വെടിനിർത്തലിലേക്ക് എത്തുന്നതിന് മുമ്പ് 46,778 പേർ, വീണ്ടും ഒരു 116 പേർ കൂടി വീണ്ടും ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 47,000 പേർ അവിടെ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇതിൽ അവിടുത്തെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഹമാസിനൊക്കെ സ്വാധീനമുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തേക്ക് വിട്ടേക്കുന്ന കണക്കുകൾ പ്രകാരം തന്നെ 59% സ്ത്രീകളും കുട്ടികളും കുറച്ച് മുതിർന്നവരുമായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ ഏറ്റവും സങ്കടത്തോടു കൂടി കാണേണ്ടത് ആ പ്രദേശത്ത് ജനിക്കാൻ ദൗർഭാഗ്യമുണ്ടായിപ്പോയ കുട്ടികൾ, അവരുടെ നമ്പർ 17,655 വരും. അതായത് എന്തിനെന്ന് പോലും അറിയാതെ അവർ കൊല്ലപ്പെട്ടവരാണ് 17,655 പേർ. ഇത് ഗസയുടെ കണക്കാണ്. പക്ഷേ
ഈ കണക്കിൽ തന്നെ UN പറയുന്നത് ഈ കണക്കല്ല ശരിയെന്നും ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാകാമെന്ന് UN പറയുന്നതിനോടൊപ്പം UN പറയുന്നത് 70% ഈ മരണപ്പെട്ടവരിൽ അത് കുട്ടികളാണ് എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ നമ്പർ വീണ്ടും വേണമെങ്കിൽ 25,000-ഓ 30,000-ഓ ഒക്കെ ആകാം എന്ന് ചുരുക്കം. ഇനി 21,000 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഗസയിൽ അതോറിറ്റി പറയുന്നതെങ്കിൽ UN പറയുന്നത് 1,10,453 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റു എന്നുള്ളത് മാത്രമല്ല, അത് തന്നെ നിങ്ങൾ അറിയേണ്ടത് അത് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള പരിക്കാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഇനി തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലുള്ള, അവരുടെ ജീവിതമാകെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള, കൈകാലുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള, കണ്ണ് നഷ്ടപ്പെട്ടിട്ടുള്ള, തലയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളവരുടെ പരിക്കുകളുടെ നമ്പറാണ് പറഞ്ഞു 1,10,000 എന്ന് പറഞ്ഞാൽ അവിടെ ജീവിച്ചിരുന്നവരിൽ 20-ൽ ഒരാൾക്ക് എന്നുള്ള നിലക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് ചുരുക്കം. അവിടെ ഉണ്ടായിരുന്നവരിൽ 50-ൽ ഒരാൾ എന്നുള്ള നിലക്ക് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ചുരുക്കം. യഥാർത്ഥത്തിൽ ഹമാസിൻ്റെയൊക്കെ നേട്ടം ഇതാണ്, അല്ലാതെ വേറൊന്നും ഹമാസ് ഒന്നും അവിടെ നിന്ന് നേടിയിട്ടില്ല എന്നുള്ളത് ചുരുക്കം. ഒരു ഒക്ടോബർ 7-ന് ഹമാസിനൊക്കെ ശരിക്കും തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടെന്ന് പറയാം, എന്നിട്ട് കയറി എന്ത് ചെയ്തതാണ്, ഇസ്രായേലിനൊന്ന് മേഞ്ഞതാണ്. അതിൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത് അവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനതയാണ്. ഹമാസിൻ്റെ നേതാക്കന്മാർ നമുക്കറിയാം ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. അവരുടെ ഏറ്റവും വലിയ നേതാവ് ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടു. അതിനുശേഷം യാഹിയ സിൻവർ കൊല്ലപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇവരൊക്കെ കൊല്ലപ്പെട്ടു. അങ്ങനെ ഏതാണ്ട് ഒരു 18,000-18,000-ഓളം വരുന്ന ആളുകൾ, അത് ഹമാസിൻ്റെ പോരാളികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് IDF പറയുന്നത്. പോരാളികൾ എന്നുള്ളതല്ല, തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് IDF പറയുന്നത്, അവകാശപ്പെടുന്നത്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം തന്നെ സിവിലിയൻസ് ആണ്. ആ സിവിലിയൻസിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കില്ല. ഇതാണ് കൊല്ലപ്പെട്ടവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. 19,000-ഓളം കുട്ടികൾ, നിങ്ങളൊന്ന് ആലോചിക്കണം, 19,000-ഓളം കുട്ടികൾക്ക് അച്ഛനമ്മമാരില്ലാതെ അവർ അനാഥരായി പോയിട്ടുണ്ട് എന്നുള്ളത് ചുരുക്കം. 85% വരുന്ന സ്കൂളുകൾ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. 85% വരുന്ന സ്കൂളുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. 10 ലക്ഷത്തോളം കുട്ടികൾക്ക് അവിടെ മാനസികാരോഗ്യം വീണ്ടും എടുക്കുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അവർക്കിനി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ജനസംഖ്യയിൽ തന്നെ നിരവധി കുട്ടികളാണ്. ഇപ്പോൾ ഇത് 22 ലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം വരുന്ന കുട്ടികളടക്കമുള്ള ആളുകളെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അത്രയും ആളുകൾക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ഒക്കെ പഠിക്കേണ്ട അത്രയും പ്രായമുള്ള കുട്ടികൾക്ക് തന്നെ ഇത്തരത്തിലുള്ള വലിയ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കേണ്ടി വരും എന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. ഇതിന് എല്ലാവരും കൂടി ഗസയെ റീബിൽഡ് ചെയ്യാനായിട്ട് ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയ്ക്ക് യുദ്ധമുണ്ടായപ്പോഴും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി അതിന് ശേഷമെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഫോട്ടോയിൽ കാണാം, 90%-ഓളം വീടുകൾ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. 70%-ഓളം കൃഷിയിടങ്ങൾ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. 55%-ഓളം ആശുപത്രികൾ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ അവിടെ ഏതാണ്ട് ഗസ എന്ന് പറയുന്ന ഒരു സ്ട്രിപ്പ് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തിയതാണ്. യഥാർത്ഥത്തിൽ ഒരു ജനോസൈഡിൻ്റെ, ഒരു വംശീയമായിട്ടുള്ള ഒരു തുടച്ചു നീക്കലിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയതാണ് ഗസ. പക്ഷെ അതിൽ നിന്ന് ഏതാണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതിന് കാരണമായി എല്ലാവരും പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കുകയാണ്. അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ പരിപാടിയൊക്കെ നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഹമാസും അതുപോലെ ഇസ്രായേലും തമ്മിലൊരു ഡീൽ ഉണ്ടാവുകയും യുദ്ധം എന്തായാലും അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കേണ്ട മറ്റൊരു കാര്യം ഇസ്രായേലിന് എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായി എന്നുള്ളതാണ്. ഇസ്രായേലിനും വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ 800-ഓളം വരുന്ന സൈനികർ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ 251-ഓളം വരുന്ന ബന്ദികൾ അവർ മരിച്ചു പോയിട്ടുണ്ട്. 250-ഓളം ആളുകൾ ബന്ദികളായിട്ടുണ്ട്. അവരെ ഇപ്പോൾ വിട്ടുകൊടുക്കാം എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇസ്രായേലിന് മൊത്തത്തിൽ 67 ബില്യൺ US$ നഷ്ടമാണ് ഈ നടപടികളിലൂടെ ഉണ്ടായിട്ടുള്ളത്. അതിൽ സൈനികമായിട്ടുള്ള ചെലവുകൾ തന്നെ 34 ബില്യൺ US$ ചെലവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 60,000-ലധികം വരുന്ന കമ്പനികൾ അവിടെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇത് 2023-നെ അപേക്ഷിച്ച് ഇത് വലിയ കൂടുതലാണ്. അതായത് ഇരട്ടിയോളം കമ്പനികളാണ് അവിടെ അടച്ചുപൂട്ടിയിട്ടുള്ളത് എന്നാണ് ഇസ്രായേൽ ദിനപത്രമായിട്ടുള്ള കാൽക്കലിസ്റ്റൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ നഷ്ടങ്ങൾ രണ്ട് ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കുറച്ചെങ്കിലും നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഹമാസിൻ്റെ നേതാക്കളും ഹമാസിൻ്റെ ആളുകളും ഒക്കെ തന്നെയായിരിക്കും. കാരണം അവർക്ക്
ഈ യുദ്ധം ഉണ്ടായപ്പോഴും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോഴും വിദേശത്ത് നിന്ന് വലിയ സാമ്പത്തിക സഹായങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ സാമ്പത്തിക സഹായങ്ങൾ വന്നതുകൊണ്ട് അവർക്ക് അവരുടെ നേതാക്കന്മാർക്ക് കുറച്ച് പണം കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഇവിടെയുള്ള ചില ആളുകളൊക്കെ തന്നെ, നമ്മുടെ ഇവിടെയുള്ള മീഡിയകളൊക്കെ തന്നെ ഇതിൻ്റെ പുറത്ത് കേട്ട് തള്ളുന്ന തള്ളുകൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ അതിശയം തോന്നും. കുറേ പേർ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഹമാസിനെതിരെ ഹമാസിനെ തീർക്കണമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു. അതൊക്കെ കേൾക്കാൻ കുറേ കൂടി ആളുകൾ ഉണ്ടാകും എന്നുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ആളുകൾ വീഡിയോ ചെയ്യുന്നു. കുറേ ആളുകൾ മീഡിയ ഔട്ട് പോലെയുള്ള ചാനലുകളിൽ നിന്ന് അടുപ്പുകൂട്ടി ചർച്ചയൊക്കെ നടത്തുന്ന ആളുകൾ ഓരോ ദിവസവും നുണക്കഥകൾ പറയുന്നു. ഇസ്രായേൽ തീർന്നു, ഇസ്രായേൽ ഇല്ലാതായി, യാഹിയ സിൻവർ ഒരു മരക്കഷ്ടപ്പെടുത്തെറിഞ്ഞത് കണ്ടിട്ട് ഓരോ പോരാളിയും ആവേശഭരിതരാകും എന്നൊക്കെ പറയുന്നു. പിന്നെ അജിംസിനെ പോലെയുള്ള ആളുകളൊക്കെ ഇരുന്നിട്ട് പറയുന്നു ലോകത്തിലെ മുസ്ലിംസ് എല്ലാം കൂടി മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ഒഴുകിപ്പോകുമെന്നൊക്കെ പറയുന്നു. ഇനി അവർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടാത്തതുകൊണ്ടാണോ ഇസ്രായേൽ ഭാഗ്യത്തിന് ഒഴുകിപ്പോകാത്തതെന്ന് നമുക്കറിയില്ല. ഇങ്ങനെയുള്ള പല കമൻറ്റുകളും ഒക്കെ പറയുന്നു. ഇതിൽ അഭിരമിക്കുന്ന ഒരു സൊസൈറ്റി ആയിട്ട് യഥാർത്ഥത്തിൽ കേരളം മാറുന്നു. നമുക്കിവിടെ ഇരുന്ന് ഈ തള്ളൊന്നും തള്ളാനൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മളിവിടെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല. സുഖകരമായിട്ടുള്ള റൂമുകളിലിരുന്ന് AC-യിലൊക്കെ ഇരുന്ന് നമുക്കിതുപോലെയുള്ള തള്ളുകളൊക്കെ തള്ളാം. ഇതൊക്കെ പോട്ടെ നോക്കാം. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് ഷിഹാബ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന ഒരു അവതാരം, ഒരു മരത്തലെ, അവനിരുന്ന് പറയുന്നത് ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും, അതെല്ലാം നമ്മുടെ വിപ്ലവത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നാണ്. അതായത് ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നാണ്. പക്ഷേ സ്വന്തം വീട്ടിലെ കുട്ടികളോ അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളോ സ്വന്തം ഭാര്യയോ സ്വന്തം അനിയത്തിയോ ഒക്കെ ആണെങ്കിൽ ഈ വർത്തമാനം പറയില്ല. പക്ഷേ എങ്ങോ കിടക്കുന്ന പാവപ്പിടിച്ച പാലസ്തീനിലെ ഗസയിലെ ഒരു സാധാരണക്കാരായ ആളുകളൊക്കെ കൊല്ലപ്പെടുന്നത്, ഈ കുട്ടികളൊക്കെ കൊല്ലപ്പെടുന്നത് വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ്, വിപ്ലവത്തിലേക്കുള്ള വലിയ നേട്ടമാണ് എന്നാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, ഇപ്പോൾ യുദ്ധത്തിന് ഒരു സമാപനമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതാണ്ട് രണ്ടു പേർക്കും ഒരു വലിയ ഒത്തുതീർപ്പിലേക്ക് എത്താനുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ആര് ജയിച്ചു എന്നുള്ളത് നോക്കിയാൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു വിജയമോ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കലോ ഇസ്രായേലിന് കഴിഞ്ഞില്ല. എന്നാൽ ഹമാസിന് ഇതുകൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. അവരുടെ നിരവധി നേതാക്കന്മാർ കൊല്ലപ്പെട്ടു, അത് നേരത്തെയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല അവരുടെ സംഘടന തന്നെ ഛിന്നഭിന്നമായി എന്ന് നമുക്കറിയാം. ഹമാസിന് മാത്രമല്ല, ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളക്കടക്കമുള്ള വലിയ സംഘടനകൾക്ക് പോലും വലിയ നഷ്ടങ്ങളുണ്ടായി. അവരുടെ കമ്മ്യൂണിക്കേഷൻ പോലും തകരാറിലാകുന്ന രീതിയിൽ പേജറുകളൊക്കെ പൊട്ടിത്തെറിച്ചു ഇസ്രായേലിനോട് കളിച്ചിട്ട്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇതിനെല്ലാറ്റിനും ഒടുവിൽ നഷ്ടം ഏതൊരു രാജ്യത്തെയും ജനങ്ങൾക്കാണ് എന്നുള്ളത് മറന്നുകൂടാ. യുദ്ധമുണ്ടായാൽ യഥാർത്ഥത്തിൽ ആരും ജയിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പകരം എല്ലാ രണ്ട് രാജ്യങ്ങളിലെയും പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ തോൽക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ഇതുകൊണ്ട് വലിയ തോതിൽ അപകടത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള മതിപ്പുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ മൂടിവെക്കുന്നതിന് ഈ യുദ്ധം രണ്ട് രാജ്യങ്ങളിലുമുള്ള നേതാക്കന്മാരെ കുറച്ചൊക്കെ സഹായിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നഷ്ടം പറ്റിയത് ജനങ്ങൾക്കാണ് എന്ന് പറയുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, 22 ലക്ഷം ജനസംഖ്യയുള്ള ഹമാസിൽ 10 ലക്ഷത്തോളം കുട്ടികളെന്ന് പറഞ്ഞാൽ കുറച്ച് മുതിർന്ന പഠിക്കാൻ യോഗ്യതയുള്ള ആളുകളെ കൂടി കൂട്ടിയിട്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവും. അത്തരം ആളുകൾക്കെല്ലാം തന്നെ മാനസികാരോഗ്യത്തിന് വലിയ തോതിൽ സംഭാവന ചെയ്യേണ്ട ഒരു ലെവലിലേക്കാണ് ലോകം എത്തിയിരിക്കുന്നത്. ഇതിന് ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടെ നിൽക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 650ഓളം വരുന്ന ട്രക്കുകൾ ഇപ്പം തന്നെ ആ രാജ്യത്തേക്ക് കടത്തിവിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. 85% വരുന്ന ആളുകൾ ഈ യുദ്ധത്തിന് മുമ്പ് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സഹായം കൊണ്ട് ജീവിച്ചിരുന്ന ഗസ എന്ന് പറയുന്ന സ്ഥലത്തെ പാവപ്പെട്ട ദരിദ്രരായ സാധാരണക്കാരുടെ ഇടയിൽ നിന്നാണ് ഹമാസ് ഈ യുദ്ധം വിളിച്ചു വരുത്തിയതും അവരുടെ ജീവിതമാകെ തകർത്ത് കളഞ്ഞതും എന്നുള്ളത് മറന്നുകൂടാ.